മസാലയിൽ അടുത്തതായിട്ട് നമുക്ക് എല്ലാവരും കാത്തിരിക്കുന്ന സ്പെഷ്യൽ പെർഫോമൻസിലേക്ക് കിടക്കാം. സോ ഈ ഒരു പെർഫോമൻസിന് വേണ്ടി വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം സുജിത് കറുകച്ചാൽ. സുജിത്തേടാ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കറുകച്ചാലിൽ നിന്ന്, കോട്ടയം ജില്ലയിലെ കറുകച്ചാലിൽ നിന്ന്. കോട്ടയം ജില്ല. ഓക്കെ, വേറെ എന്ത് ചെയ്യുന്നു? ഞാൻ വയറിങ്ങിൻ്റെ ഒക്കെ പണി, ഇലക്ട്രീഷ്യൻ വർക്കാണ്. ഓരോരോ മേഖലയിലുള്ള ആളുകളാണ് കോമഡി മസാലയുടെ ഈ ഒരു വേദിയിലെത്തുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇലക്ട്രീഷ്യൻ കം മിമിക്രി ആർട്ടിസ്റ്റ് ആണ് എന്താണെങ്കിലും അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ഇന്ന് പെർഫോം ചെയ്യുന്നത്? ഞാൻ മലയാള സിനിമയിലെ കുറച്ച് താരങ്ങളുടെ ശബ്ദാനുകരണം. ഓക്കെ, ശരി. അപ്പോൾ ആദ്യം നമുക്ക് ആരിൽ തുടങ്ങാം? ആദ്യം വെള്ളിമൂങ്ങയിലെ പള്ളിലച്ചൻ്റെ വേഷം കൈകാര്യം ചെയ്ത സുനിൽ സുഗത. ആയിക്കോട്ടെ, ശരി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാമച്ച വന്നേ, ഇത്താണ് നമ്മുടെ പള്ളി. ഇവിടെ ആഴ്ചയിൽ ഓരോ ദിവസം ഓരോ കുർബാനയും, ഞായറാഴ്ച ദിവസങ്ങളിലും മറ്റ് വിശേഷ ദിവസങ്ങളിലും 2 കുർബാനയുമാണ് പതിവ്. നിന്റെ അമ്മയുടെ സങ്കടം കണ്ട് ഞാൻ അവർക്കൊരു വാക്കൊടുത്തു. നിന്നെ കൊണ്ട് പള്ളി മരുത്തി തന്ന് എൻ്റെ വാക്കങ്ങ് പാലിച്ച് മാത്താൻ ചേട്ടൻ ടാട്ടൊക്കെ മാറ്റി വെക്കാൻ നീ ആരാടാവേ? ഒരു നേതാവ് വന്നിരിക്കുന്നു. മാമു ശേഷം പള്ളി കാണത്തനാ അടക്കം മാറ്റി വെക്കണേ. ആ എൻഡിങ് ഭാഗമൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. അടുത്തത് സുരേഷ് കൃഷ്ണയുടെ വോയിസ് ആണ്. സുരേഷ് കൃഷ്ണ, രാജമാണിക്ക് എന്ന സിനിമയിലെ സുരേഷ് കൃഷ്ണയുടെ വോയിസ്. എന്റെ ചോലെ പഠിപ്പിക്കല. ഈ പണി എടുക്കുമ്പോ ചിലപ്പം കയ്യോ കാലോ തട്ടിയൊന്നും മറ്റൊന്നൊക്കെ വരും. ഇതിനെയൊക്കെ മറ്റൊരുത്തിൽ കാണുന്നത് ഇവളുമാരൊക്കെ മത്സരിപ്പുണ്ടാ. ഈ പേരും പറഞ്ഞ് പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ പോലും കാണാത്തമാര് വന്ന് മാപ്പ് കോപ്പ് എന്നൊക്കെ പറയാൻ പറഞ്ഞ രമേശ് ചന്ദ്രന്റെ പട്ടി പറയും മാപ്പ്. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തതായി കട്ടപ്പന ഋതികോഷനിലെ നായകൻ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ വോയിസ്. ശരി. എന്നെ മണിച്ചേട്ടാ, എൻ്റെ രചനയേട്ടാ, എൻ്റെ ധനുഷേട്ടായി, നിങ്ങളെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമയിലേക്ക് ഇറങ്ങി തിരിച്ചേക്കണേ. എന്നെ നിങ്ങൾ കാത്തോണേ. എൻ്റെ സഹോ, നീ ലോക പരാജയം കേട്ടാ. അടുത്തത് മണിച്ചേട്ടൻ്റെ വോയിസ് ആണ്. അതിൽ ചോട്ടാ മുംബൈക്കത്ത് എന്ന സിനിമയിലെ ഡയലോഗ്. നിങ്ങളിപ്പം വായിച്ച വേദോസ്തത്തിലെ ദുഷ്ടനും അധർമ്മയും ശത്രുവും ഞാൻ തന്നെ. പേരും നടേശൻ. സത്യവും ധർമ്മവും പാലിക്കുന്ന ഒരുപാട് നല്ല ദൈവോത്രന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെതിരെ ഒരു ചെകുത്താനെങ്കിലും വേണ്ടടോ. തനിക്കറിയാമോ, വളരെ കഷ്ടപ്പെട്ട് താഴ്ന്ന നിലയിൽ നിന്നാണ് ഞാൻ ഇവിടം വരെ എത്തി. ഇപ്പം പറയാൻ കൊള്ളാവുന്നതും കൊള്ളാത്തതുമായ ഒരുപാട് ബിസിനസ് ഉണ്ട്. CI മോഹൻദാസനോട് മെക്കെട്ട് കയറാൻ വന്നുണ്ടാ. അവനെ ഞാനങ്ങ് കൊന്നേ. ഇനി താനുകൂടി എനിക്കെതിരെ കോടതി സാക്ഷി പറയാൻ പോയാൽ ആദ്യം കൊല്ലുന്നത് തന്നെ ആയിരിക്കും. തൻ്റെ മരണം കണ്ട് മനസ്സൊന്ന് പിടച്ചു നിൽക്കുമ്പോൾ തൻ്റെ മോനെ ഞാൻ കൊല്ലും. ഇത് 2 കുപ്പിക്കള്ളിൻ്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറയണ വാക്കല്ല. നടേശൻ കൊല്ലുമെന്ന് വെച്ചാൽ കൊന്നിരിക്കും. പൊതുവെ മണിച്ചേട്ടൻ്റെ ഒരു ഡയലോഗ്സ് എന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. അടുത്തത് ഇത്രേ ഉള്ളൂ, ഇത്രയും മതിയല്ലോ. ഓക്കെ, അപ്പൊ ഇനി എന്താണെങ്കിലും മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. മുംബൈക്ക് ചേർന്നുള്ള പാട്ട്. ശരി. വൈകുച്ചാണ്ടി പാണം കത്തണുമാ, വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ, വയറ് കത്തിയാല് എൻ്റെ കൊടല് കത്തണുമാ, പണം പടഞ്ഞിട്ട് ദേവി ഓണം പഴക്കണുമാ, അത് കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് എമ്മണി നാളായി ടച്ച് കൊഞ്ചി പറയാറില്ലേ. മുംബൈക്കുച്ചാണ്ടേ പാണം കത്തണുമാ, വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ, വയറ് കത്തിയാല് എൻ്റെ കൊടല് കത്തണുമാ, പണം പടഞ്ഞിട്ട് ദേവി ഓണം പഴക്കണുമാ, അത് കഴിഞ്ഞാലോ പിന്നെ ഓണം നിന്ന് ഇമ്മണി നാളായി ടച്ച് കൊഞ്ചി പറയാറില്ലേ. ഞാനൊരു പൂക്കളിട്ട് കാലത്തിൻ്റെ അമ്മയും പൂക്കളിട്ട് അച്ഛ
അച്ഛൻ വന്നാ പോയി നേർ വളോണ്ട് പൂക്കളിട്ട്. അച്ഛൻ വന്നില്ലേ അമ്മേ അത്തായും വെന്തിയിലേ, അത്തായ കുച്ചാണ്ട് പാണം കത്തണുമാ. അച്ഛൻ വന്നപ്പോ അച്ഛൻ്റെ മോള് കിണങ്ങനുണ്ട്, എന്തിനാടി മോളെ തല തല്ലിക്കരയണത്. കുച്ചാണ്ട് പാണം കത്തണുമാ, വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ. സൂപ്പർ. പാട്ടും കലക്കി, മണിച്ചേട്ടൻ്റെ വോയിസും കലക്കി. അപ്പോൾ എന്താണെങ്കിലും താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇനി നമ്മുടെ ബിനു ചേട്ടനോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു സുജിത്ത് ഏട്ടൻ്റെ ഈ ഒരു പെർഫോമൻസ്? വളരെ മനോഹരമായിരുന്നു. ഒരു കല, ഞാൻ പറഞ്ഞല്ലോ പാട്ടുകാരൻ്റെ ഫീലെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. Yes. ആ പാട്ടുകാരൻ്റെ ആ ഫീൽ അറിയാവുന്ന ഒരു കലാകാരനായതുകൊണ്ടാണ് ആ സ്റ്റാറുകളും മണിച്ചേട്ടൻ്റെ ആ വോയിസും ആ പാട്ടും ഇത്ര ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞത്. വെരി ഗുഡ്, സൂപ്പർ. താങ്ക് യു. ഉല്ലാസേട്ടാ? സുജിത്തെ അടിപൊളിയായിരുന്നു. താങ്ക് യു. പറഞ്ഞ എല്ലാ സ്റ്റാറുകളും ഗംഭീരമായിട്ട് അവതരിപ്പിക്കാൻ സുജിത്തിന് കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. പിന്നെ മണിച്ചേട്ടൻ്റെ പാട്ട് ബിനുചേട്ടൻ പറഞ്ഞതുപോലെ ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. മണിച്ചേട്ടൻ്റെ തിങ്സുകളെല്ലാം കറക്റ്റായിട്ട് ആ പാട്ടിനകത്ത് ചെയ്തു. അതുപോലെ ശ്രുതി എല്ലാം കറക്റ്റായിരുന്നു. താങ്ക് യു. ആ പാട്ട് മനോഹരമായ അതേ ഫീലിൽ പാടി സുജിത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു.